നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഭയമുള്ള ജീവികളാണ് പാമ്പുകൾ. പാമ്പെന്ന് കേട്ടാൽ തന്നെ നമ്മളിൽ പലരും സ്ഥലം കാലിയാക്കും. നമ്മളെപ്പോലെ എല്ലാ ജീവികൾക്കും പാമ്പുകളെ പേടിയാണ് എന്നൊരു ധാരണ നമ്മളിൽ പലർക്കുമുണ്ട്. എന്നാൽ രാജവെമ്പാലകളെപ്പോലും സാധാരണ ഒരു ഇരയെപ്പോലെ കൊന്ന് ഭക്ഷണമാക്കുന്ന ചില അപകടകാരികളായ ജീവികൾ നമ്മുടെ ഈ കൊച്ചു ഭൂമിയിലുണ്ട്. അത്തരത്തിലുള്ള പാമ്പുകളുടെ കാലന്മാരായ ചില ജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. മംഗൂസ് അഥവാ കീരി. ഹെർപ്പസ്റ്റിഡെ എന്ന കുടുംബത്തിലാണ് കീരികൾ ഉൾപ്പെടുന്നത്. കീരിയും പാമ്പും ആജന്മ ശത്രുക്കളാണ് എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ ശത്രുതയൊക്കെ മരണം വരെ മനസ്സിൽ വെച്ച് നടക്കാറുള്ളത് നമ്മൾ മനുഷ്യർ മാത്രമാണ് എന്നതാണ് വസ്തുത. എന്നാൽ പാമ്പിനെ കണ്ടാൽ കീരി പാമ്പിനെ വെറുതെ വിടില്ല എന്നതൊരു സത്യമാണ്. കീരിയുടെ ആ പ്രവണതയ്ക്ക് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. പാമ്പിൻ വിഷത്തെ പ്രതിരോധിക്കാനുള്ള ശക്തി കീരിക്കുള്ളത് കൊണ്ടാണ് പ്രധാനമായും കീരികൾ പാമ്പുകളെ വേട്ടയാടുന്നത്. പാമ്പിൻ വിഷം പാമ്പിനെ സ്വയം എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതേ രീതിയിലുള്ള ഒരു സംവിധാനമാണ് കീരികളിലുമുള്ളത്. നാഡികളെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വിഷമായ മൂർഖൻ്റെ വിഷം പോലും നിർവീര്യമാക്കാൻ കീരികൾക്ക് കഴിവുണ്ട്. എന്നാൽ കീരിക്ക് പാമ്പിൻ വിഷത്തോട് പൂർണ്ണമായ പ്രതിരോധ ശേഷിയുണ്ട് എന്ന് കരുതരുത്. ചെറിയ ഡോസിൽ വിഷം ഉള്ളിൽ ചെന്നാൽ അതിനെ നിർവീര്യമാക്കാനുള്ള രക്തഘടനയാണ് കീരിക്കുള്ളത് എന്നതാണ് വാസ്തവം. സത്യത്തിൽ പാമ്പുകൾ കീരികളുടെ ഒരു ഇഷ്ട ഭക്ഷണവുമാണ്. പാമ്പും കീരിയും ഏറ്റുമുട്ടിയാൽ 80 മുതൽ 90% കേസുകളിലും കീരി വിജയിക്കുകയാണ് ചെയ്യുക. സ്നേക്ക് ഈഗിൾ. ഷോർട്ട് ടോഡ് സ്നേക്ക് ഈഗിൾ എന്നും വിളിക്കുന്ന സ്നേക്ക് ഈഗിളുകൾ ആഫ്രിക്കയിലെ സാവന്നകളിലും വനങ്ങളിലുമാണ് കണ്ടുവരുന്നത്. ഇവ ഇടത്തരം വലിപ്പമുള്ളവയാണ്. ഇവയ്ക്ക് ഏകദേശം 2 മുതൽ 3 അടി വരെ ഉയരവും 5 അടി വരെ വിങ് സ്പാനും ഉണ്ടാകും. പേര് പോലെ തന്നെ ഇവയുടെ പ്രധാന ഭക്ഷണം പാമ്പുകളാണ്. കൂടാതെ പല്ലികളും ചെറിയ പക്ഷികളെയും ഇവ കഴിക്കാറുണ്ട്. 1000 യാർഡ്സ് ഏകദേശം 914 മീറ്റർ ദൂരത്ത് നിന്ന് പോലും ഇവർക്ക് തങ്ങളുടെ ഇരയെ കാണാൻ സാധിക്കും. പൊടിയിലോ ചൂടിലോ പോലും ഇവയ്ക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. കാരണം നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്നൊരു സംരക്ഷണ കൺപോള ഇവർക്കുണ്ട്. ഇവയുടെ കാലുകളിലുള്ള കൂർത്ത നഖങ്ങൾക്ക് പാമ്പിൻ്റെ ചെതുമ്പലുകളെ തുളയ്ക്കാൻ ശക്തിയുണ്ട് എന്നതാണ് വാസ്തവം. ഏകദേശം മണിക്കൂറിൽ 96 കിലോമീറ്റർ വേഗതയിൽ പറന്നിറങ്ങിയാണ് ഇവ ഇരയെ പിടിക്കുന്നത്. കാലുകളിലെ പരുപരുത്തതും ചെതുമ്പലുള്ളതുമായ ചർമ്മം പാമ്പിൻ്റെ ആക്രമണം തടയുകയും ചെയ്യുന്നു. കൂടാതെ ചില സ്നേക്ക് ഈഗിളുകൾ പാമ്പിനെ കിട്ടിയാൽ വായുവിൽ വെച്ച് തന്നെ കഴിക്കാറുമുണ്ട്. വൈൽഡ് ഹോഗ്സ് അഥവാ കാട്ടുപന്നികൾ. കാട്ടുപന്നികൾക്ക് 3 മുതൽ 6 അടി വരെ നീളവും 33 മുതൽ 113 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലെ കാടുകളിലും പുൽമേടുകളിലും ചതുപ്പുകളിലുമെല്ലാം ഇവയെ കാണപ്പെടുന്നു. ഇവ പാമ്പുകളെ ഭക്ഷണമാക്കാറുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇവയുടെ ചർമ്മത്തിന് 1 ഇഞ്ച് വരെ കട്ടിയുണ്ടാകും. കൂടാതെ കൊഴുപ്പിൻ്റെ ഒരു പാളിയും ഇവയ്ക്കുണ്ട്. അതിനാൽ തന്നെ പാമ്പിൻ വിഷം വേഗത്തിൽ പടരുന്നത് തടയുകയും ഇത് ഇവയ്ക്ക് പാമ്പുമായി പോരാടാൻ കൂടുതൽ സമയം നൽകുകയും ചെയ്യുന്നു. മണിക്കൂറിൽ ഏകദേശം 24 കിലോമീറ്റർ വേഗതയിൽ പാമ്പിനെ ലക്ഷ്യം വെച്ച് ഓടുകയും ശക്തമായ താടിയെല്ലുകളും കൊമ്പുകളും ഉപയോഗിച്ച് പാമ്പിനെ കൊല്ലുകയും ചെയ്യുകയാണിവർ ചെയ്യുന്നത്. ബോബ് ക്യാറ്റ്സ്. ബോബ് ക്യാറ്റുകൾക്ക് 2 മുതൽ 3 അടി വരെ നീളവും 15 മുതൽ 40 പൗണ്ട് വരെ ഭാരവും ഉണ്ടാകും. വടക്കേ അമേരിക്കയിലെ മരുഭൂമികൾ, കാടുകൾ, മലകൾ എന്നിവിടങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. മുയലുകൾ, എലികൾ, പക്ഷികൾ, പാമ്പുകൾ, പ്രത്യേകിച്ച് റാറ്റിൽ സ്നേക്കുകൾ എന്നിവയെയെല്ലാം ഇവ ഭക്ഷണമാക്കാറുണ്ട്. ടാപ്പറ്റം ലൂസിഡം എന്നൊരു ബയോളജിക് റിഫ്ലക്ടർ ഇവയുടെ കണ്ണുകളിലുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ കുറഞ്ഞ വെളിച്ചത്തിലും പാമ്പുകളെ കാണാൻ ഇവയ്ക്ക് സാധിക്കും. ബോബ് ക്യാറ്റുകൾ ശബ്ദമുണ്ടാക്കാതെ പാമ്പിനെ ഫോളോ ചെയ്ത് മണിക്കൂറിൽ ഏകദേശം 48 കിലോമീറ്റർ വേഗതയിൽ പാമ്പിൻ്റെ തലയിൽ കൈകൊണ്ടടിച്ച് ബോധം കെടുത്തി കൂർത്തതും ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുന്നതുമായ നഖങ്ങൾ ഉപയോഗിച്ച് പാമ്പിനെ കൊല്ലുകയാണ് ചെയ്യാറുള്ളത്. റാറ്റിൽ സ്നേക്കുകൾ ഒളിച്ചിരിക്കുന്ന പാറക്കെട്ടുകളുള്ള സ്ഥലങ്ങളിലാണ് ഇവർ വേട്ടയാടുന്നത്. റാറ്റിൽ സ്നേക്കുകളുടെ ശബ്ദം കേൾക്കാൻ ഇവർക്ക് നല്ല കേൾവി ശക്തിയുമുണ്ട്. ബോബ് ക്യാറ്റുകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവികൾ കൂടിയാണ്. കൊയോട്സ്. വടക്കേ അമേരിക്കയിലെ മരുഭൂമികൾ, കാടുകൾ, സമതലങ്ങൾ എന്നിവിടങ്ങളിലാണ് കൊയോട്ടുകൾ ജീവിക്കുന്നത്. എലികൾ, പഴങ്ങൾ, ചത്ത മൃഗങ്ങൾ, പാമ്പുകൾ, വിഷമുള്ള റാറ്റിൽ സ്നേക്കുകൾ എന്നിവയെയെല്ലാം ഇവ ഭക്ഷണമാക്കും. 100 അടി അഥവാ ഏകദേശം 30 മീറ്റർ അകലെ നിന്ന് പോലും പാമ്പിൻ്റെ ശബ്ദം കേൾക്കാൻ ഇവർക്ക് സാധിക്കുമത്രേ. പാമ്പിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ഇവർ അനങ്ങാതെ നിൽക്കുകയും പിന്നീട് ഏകദേശം 32 കിലോമീറ്റർ വേഗത്തിൽ ചാടി പാമ്പിനെ അകത്താക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനെ മൗസിംഗ് ടെക്നിക് എന്നാണ് പറയുന്നത്.
ഇവയുടെ കട്ടിയുള്ള രോമങ്ങൾ പാമ്പിൻ്റെ കടിയിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. ഇവർ ഒറ്റയ്ക്കോ കൂട്ടമായോ ആണ് വേട്ടയാടാറുള്ളത്. ഏതായാലും കൊയോട്ടുകളുടെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ പാമ്പുകൾ വേഗം രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. ഗ്രേറ്റ് ഹോൺഡ് ഓൾ. ഗ്രേറ്റ് ഹോൺഡ് ഓളുകൾക്ക്, അതായത് വലിയ കൊമ്പൻ മൂങ്ങകൾക്ക് 1.5 മുതൽ 2 അടി വരെ ഉയരവും 4 മുതൽ 5 അടി വരെ വിങ് സ്പാനും ഉണ്ടാകും. അമേരിക്കയിലെ കാടുകൾ, മരുഭൂമികൾ, മലകൾ എന്നിവിടങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. പാമ്പുകൾ, എലികൾ, തവളകൾ, പ്രാണികൾ എന്നിവയെല്ലാമാണ് ഇവയുടെ ഇഷ്ടഭക്ഷണങ്ങൾ. ഇവയുടെ നഖങ്ങൾക്ക് ഏകദേശം 90 മുതൽ 226 കിലോഗ്രാം ക്രഷിംഗ് ഫോഴ്സ് ഉണ്ട്. ഇത് പാമ്പിൻ്റെ തലയോട്ടി വരെ തകർക്കാൻ ശക്തിയുള്ളതാണ്. മൃദുവായ തൂവലിൻ്റെ എഡ്ജ് കാരണം ഇവ ശബ്ദമുണ്ടാക്കാതെ പറന്ന് ഏകദേശം 64 കിലോമീറ്റർ വേഗതയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇരയെ ആക്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. രാത്രിയിലാണ് ഇവർ സാധാരണയായി വേട്ടയാടുന്നത്. കുറഞ്ഞ വെളിച്ചത്തിൽ പോലും ഇരയെ കാണാൻ ഇവക്ക് കഴിവുണ്ട്. ചെറിയ പാമ്പുകളെ മുഴുവനായി വിഴുങ്ങുകയും വലിയ പാമ്പുകളെ കീറി മുറിക്കുകയുമാണ് ഇവർ ചെയ്യുക. റെഡ് ടൈൽഡ് ഹോക്ക്. റെഡ് ടൈൽഡ് ഹോക്കുകൾ, അതായത് ചുവന്ന വാലൻ പരുന്തുകൾ വടക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. എലികൾ, പക്ഷികൾ, പാമ്പുകൾ എന്നിവയെല്ലാമാണ് ഇവരുടെ ഭക്ഷണം. ചില പ്രദേശങ്ങളിൽ ഇവയുടെ ഭക്ഷണത്തിൻ്റെ 40% പാമ്പുകളാണ്. മരങ്ങളിലോ തൂണുകളിലോ ഇരുന്ന് മനുഷ്യനേക്കാൾ 8 മടങ്ങ് മികച്ച കാഴ്ചശക്തിയുള്ള കണ്ണുകൾ ഉപയോഗിച്ച് പാമ്പിൻ്റെ ചലനങ്ങൾ ഇവർക്ക് കാണാൻ കഴിയും. ഏകദേശം 193 കിലോമീറ്റർ വേഗതയിൽ പറന്നിറങ്ങി ഏകദേശം 90 കിലോഗ്രാം ടാലോൻ പവറിൽ പാമ്പിനെ നഖങ്ങൾ കൊണ്ട് പിടിച്ചെടുക്കുകയാണ് ഇവർ ചെയ്യുക. ഇരയെ ഞെരിച്ചോ ശ്വാസം മുട്ടിച്ചോ ആണ് ഇവർ കൊല്ലുക. ഉയരമുള്ള മരങ്ങളിലാണ് ഇവർ കൂടുകൂട്ടാറുള്ളത്. റെഡ് ബാക്ക് സ്പൈഡർ. റെഡ് ബാക്ക് സ്പൈഡറുകൾക്ക് ഏകദേശം 1 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. ഓസ്ട്രേലിയൻ നഗരങ്ങൾ, കാടുകൾ, ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. കീടങ്ങളെയും ചെറിയ പാമ്പുകളെയും ഇവർ വലയിൽ കുടുക്കി കഴിക്കും. ഒരു 8 കാലി പാമ്പിനെ കഴിക്കുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ഇവയുടെ വിഷം ന്യൂറോടോക്സിനാണ്. ഇത് മിനിറ്റുകൾക്കുള്ളിൽ പാമ്പിനെ തളർത്തും. ഇര കുടുങ്ങിയാൽ റെഡ് ബാക്കുകൾ വേഗത്തിൽ കടിക്കുകയും നൂലുകൊണ്ട് പൊതിയുകയും ചെയ്യും. ഷെഡുകളിലോ കുറ്റിക്കാടുകളിലോ ഉള്ള ചൂടുള്ളതും സുരക്ഷിതവുമായ സ്ഥലങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. പെൺചിലന്തികൾക്ക് ചുവന്ന വരയുമുണ്ടാകും. അവ ആൺചിലന്തികളേക്കാൾ അപകടകാരികളാണ്. ഇവർ പാമ്പിനെ തേടിപ്പോകുന്നതിന് പകരം വലയിൽ കുടുങ്ങുന്നവയെ കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവയുടെ കടി മനുഷ്യർക്കും ഹാംഫുൾ ആണ് എന്നതാണ് സത്യം. ഹണി ബാഡ്ജർ. ഹണി ബാഡ്ജറുകൾ ആഫ്രിക്ക, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ പുൽമേടുകളിലും കാടുകളിലുമാണ് കാണപ്പെടുന്നത്. തേൻ, പ്രാണികൾ, ചെറിയ സസ്തനികൾ, വിഷമുള്ള പഫാഡർ പോലുള്ള പാമ്പുകൾ എന്നിവയെല്ലാം ഇവ ഭക്ഷണമാക്കും. ഇവയുടെ അയഞ്ഞതും കട്ടിയുള്ളതുമായ ചർമ്മം പാമ്പിൻ്റെ വിഷപ്പല്ലുകളെ പ്രതിരോധിക്കാറുണ്ട്. ഇവ വളരെ വേഗതയിൽ, ഏകദേശം 16 കിലോമീറ്റർ വേഗതയിൽ കടിച്ചും നഖങ്ങൾ ഉപയോഗിച്ചും ഇരയെ ആക്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. ചില പാമ്പിൻ വിഷങ്ങളെ ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിവുണ്ട്. സത്യത്തിൽ ഭൂമിയിലെ ഒട്ടും ഭയമില്ലാത്ത ജീവികളാണ് ഹണി ബാഡ്ജറുകൾ. സിംഹങ്ങളെപ്പോലുള്ള വലിയ മൃഗങ്ങളെപ്പോലും ഇവർ ആക്രമിക്കാറുണ്ട്. ഇവയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ക്രോക്കഡൈൽ. മുതലകൾ ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ നദികൾ, തടാകങ്ങൾ, ചതുപ്പുകൾ എന്നിവിടങ്ങളിലാണ് ജീവിക്കുന്നത്. മീനുകൾ, സസ്തനികൾ, വിഷമുള്ള പാമ്പുകളെയെല്ലാം ഇവ ഭക്ഷണമാക്കാറുണ്ട്. ഇവയുടെ താടിയെല്ലുകൾക്ക് ഏകദേശം 1678 കിലോഗ്രാം ബൈറ്റ് ഫോഴ്സ് ഉണ്ട്. ഇത് എല്ലുകൾ പോലും തകർക്കാൻ ശക്തിയുള്ളതാണ്. കട്ടിയുള്ളതും ചെതുമ്പലുള്ളതുമായ ചർമ്മം പാമ്പിൻ്റെ വിഷത്തെയും പ്രത്യാക്രമണത്തെയും തടയുകയും ചെയ്യും. രാജവെമ്പാലയ്ക്ക് പോലും ഇവയുടെ ചർമ്മത്തിനുള്ളിലേക്ക് വിഷം കുത്തിവെക്കാൻ സാധിക്കില്ലത്രേ. വൈൽഡ് ടർക്കീസ്. വൈൽഡ് ടർക്കികൾ വടക്കേ അമേരിക്കയിലാണ് കണ്ടുവരുന്നത്. വിത്തുകൾ, പ്രാണികൾ, ചെറിയ പാമ്പുകൾ എന്നിവയെല്ലാം ഇവ ഭക്ഷണമാക്കും. ഇവ കൂട്ടമായി പാമ്പുകളെ കൊത്തിക്കൊല്ലുകയും തിന്നുകയും ചെയ്യാറുണ്ട്. വലിയ പാമ്പുകളാണെങ്കിൽ ചിറക് വിരിച്ച് വലിയ ശബ്ദമുണ്ടാക്കി അവയെ പേടിപ്പിച്ചു വിടും. ചെതുമ്പലുള്ള കാലുകളും കട്ടിയുള്ള തൂവലുകളും പാമ്പിൻ്റെ കടിയെ തടയുകയും ചെയ്യുന്നു. റാക്കൂൺസ്. വടക്കേ അമേരിക്കയിലെ കാടുകൾ, തണ്ണീർത്തടങ്ങൾ, നഗരങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. പഴങ്ങൾ, പ്രാണികൾ, മീനുകൾ, പാമ്പുകൾ എന്നിവയെല്ലാമാണ് ഇവരുടെ ഭക്ഷണം. രാത്രിയിൽ മണത്ത് പാമ്പുകളെ കണ്ടെത്തി കൈകൾ കൊണ്ട് തല്ലിയും തലയിൽ കടിച്ചും കൊല്ലുകയാണ് ഇവർ ചെയ്യുക. ചില പാമ്പിൻ വിഷങ്ങളെ ഇവർക്ക് പ്രതിരോധിക്കാനുള്ള കഴിവുമുണ്ട്. ഹെഡ്ജ് ഹോഗ്സ്.
യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ കാടുകളിലും പുൽമേടുകളിലുമാണ് ഇവ ജീവിക്കുന്നത്. പ്രാണികൾ, പുഴുക്കൾ, ചെറിയ പാമ്പുകൾ എന്നിവയെയെല്ലാം ഇവ ഭക്ഷണമാക്കാറുണ്ട്. ഇവയുടെ 6000 മുതൽ 8000 മുള്ളുകൾ പാമ്പിന് വലിയ ഭീഷണിയാണ് എന്നതാണ് സത്യം. അണലിയുടേതുപോലുള്ള ചില പാമ്പിൻ വിഷങ്ങളെ ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിയും. പാമ്പിന്റെ തലയിൽ കടിച്ചാണ് ഹെഡ്ജ്-ഹോഗുകൾ പാമ്പുകളെ കൊല്ലുന്നത്. ഇനി വലിയ അപകടത്തിലായാൽ ഇവർ ഒരു മുള്ളൻ പന്ത് പോലെ ചുരുണ്ടുകൂടും. ഇവർ രാത്രി സഞ്ചരിക്കുന്നവരാണ്. മണം ഉപയോഗിച്ച് പാമ്പുകളെ കണ്ടെത്താനുള്ള കഴിവും ഇവർക്കുണ്ട്. വോൾവറൈൻസ്. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിലെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ചത്ത മൃഗങ്ങൾ, ചെറിയ മൃഗങ്ങൾ, പാമ്പുകൾ എന്നിവയെല്ലാമാണ് ഇവയുടെ ഭക്ഷണം. ഇവയുടെ കട്ടിയുള്ള രോമം ഒരു കവചം പോലെ പാമ്പിൻ്റെ ആക്രമണത്തെ ചെറുക്കുകയാണ് ചെയ്യുന്നത്. മൂർച്ചയുള്ള നഖങ്ങളും ശക്തമായ താടിയലുകളും പാമ്പുകളെ പെട്ടെന്ന് കൊല്ലാനും സഹായിക്കുന്നു. മഞ്ഞിനടിയിലോ പുല്ലിനടിയിലോ ഉള്ള ഇരയെ മണത്ത് കണ്ടെത്താനുള്ള കഴിവും ഇവർക്കുണ്ട്. കരടികളോട് പോലും മല്ലടിച്ചു നിൽക്കാൻ ധൈര്യമുള്ള ഇവർക്ക് ഒരു പാമ്പിനെ കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുക എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. സ്കങ്ക്സ്. വടക്കേ തെക്കേ അമേരിക്കയിലെ കാടുകളിലും മറ്റും ജീവിക്കുന്ന ജീവികളാണ് സ്കങ്കുകൾ. പ്രാണികൾ, എലികൾ, റാറ്റിൽ സ്നേക്കുകൾ തുടങ്ങിയ ജീവികളെ ഇവ അകത്താക്കാറുണ്ട്. അണലികളുടേതുപോലുള്ള ചില വിഷങ്ങൾക്ക് ഇവർക്ക് പ്രതിരോധ ശേഷിയുണ്ട്. വലിയ അളവിൽ വിഷമേറ്റാലും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റും. നഖങ്ങൾ ഉപയോഗിച്ച് പാമ്പുകളെ കുഴിച്ചെടുക്കുകയും തലയിൽ കടിക്കുകയും ചെയ്യുകയുമാണിവർ ചെയ്യുന്നത്. സ്കങ്കുകൾ രാത്രി സഞ്ചരിക്കുന്നവരാണ്. മണം ഉപയോഗിച്ച് പാമ്പുകളെ കണ്ടെത്തുകയും ചെയ്യും. സ്കങ്കുകളുമായുള്ള പോരാട്ടത്തിൽ നിന്ന് പാമ്പുകൾ പരമാവധി ഒഴിഞ്ഞു മാറാറാണ് പതിവ്. സിവറ്റ്സ്. അമേരിക്കൻ, ഏഷ്യൻ കാടുകളിലും പുൽമേടുകളിലുമാണ് ഇവയെ കണ്ടുവരുന്നത്. പഴങ്ങൾ, പ്രാണികൾ, പാമ്പുകൾ എന്നിവയെല്ലാമാണ് ഇവരുടെ ഭക്ഷണം. പൂച്ചയെപ്പോലെയുള്ള ഇവരുടെ ചലനശേഷി പാമ്പിൻ്റെ കടിയെ തടയുകയാണ് ചെയ്യുന്നത്. പാമ്പിൻ്റെ തലയെയാണ് ഇവർ ലക്ഷ്യം വെക്കുക. കൂടാതെ കീരികളെപ്പോലെ പാമ്പിൻ്റെ വിഷത്തെ ഇവർക്ക് പ്രതിരോധിക്കാനും കഴിയും. സിവറ്റുകൾ രാത്രി സഞ്ചരിക്കുന്നവരാണ്. ഇവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുമാണ്. പക്ഷേ പ്രത്യേക സെന്റ് ഉപയോഗിച്ച് അതിർത്തികൾ അടയാളപ്പെടുത്തുന്ന സ്വഭാവം ഇവർക്കുണ്ട്. മിർക്യാറ്റ്സ്. ആഫ്രിക്കൻ മരുഭൂമികളിൽ 20 മുതൽ 50 എണ്ണം വരുന്ന കൂട്ടങ്ങളായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. പ്രാണികൾ, പല്ലികൾ, ചെറിയ പാമ്പുകൾ എന്നിവയെല്ലാമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. പാമ്പുകളിൽ നിന്നും തേളുകളിൽ നിന്നുമൊക്കെയുള്ള വിഷത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇവർക്കുമുണ്ട്. കൂട്ടമായി പാമ്പുകളെ വളഞ്ഞ് പല കോണുകളിൽ നിന്ന് കടിച്ച് പാമ്പിനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഇവർ ചെയ്യുക. ഇവർക്ക് ഏകദേശം 32 കിലോമീറ്റർ വേഗത്തിലോടാനും സുരക്ഷയ്ക്കായി പെട്ടെന്ന് മാളങ്ങൾ കുഴിക്കാനുമുള്ള കഴിവുമുണ്ട്. ഇവ കൂട്ടമായി പാമ്പിനെ വളഞ്ഞാൽ പിന്നെ പാമ്പ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. സെക്രട്ടറി ബേർഡ്. ആഫ്രിക്കൻ സാവന്നകളിലും പുൽമേടുകളിലുമാണ് ഇവ ജീവിക്കുന്നത്. പാമ്പുകൾ, പല്ലികൾ, പ്രാണികൾ എന്നിവയെല്ലാം ഇവ ഭക്ഷണമാക്കും. ഇവയുടെ കാലുകൾക്ക് ഇവരുടെ ശരീരത്തിൻ്റെ 5 മടങ്ങ് ഏകദേശം 90 കിലോഗ്രാം ശക്തിയിൽ ഇരയെ ചവിട്ടാൻ കഴിയും. ഇത് പാമ്പിൻ്റെ തലയോട്ടിയെ തകർക്കാൻ കെൽപ്പുള്ളതാണ്. ഇവർ ഏകദേശം 24 കിലോമീറ്റർ വേഗത്തിൽ ആക്രമിക്കുന്നതിനാൽ തന്നെ പാമ്പിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഇവർ പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്യും. മൂർഖൻ പോലുള്ള വിഷമുള്ള പാമ്പുകളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന സ്വഭാവക്കാരാണ് സെക്രട്ടറി ബേർഡുകൾ. ഒപ്പോസംസ്. അമേരിക്കയിൽ കാണപ്പെടുന്ന ജീവികളാണ് ഒപ്പോസമുകൾ. പഴങ്ങൾ, പ്രാണികൾ, ചെറിയ പാമ്പുകൾ എന്നിവയെല്ലാം ഇവ ഭക്ഷണമാക്കും. ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായി ചത്തതുപോലെ അഭിനയിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. പ്ലേയിങ് പോസം എന്നാണ് ഇതിനെ പറയുക. ഇവർ 4 മണിക്കൂർ വരെ ഇങ്ങനെ അഭിനയിച്ച് വേട്ടക്കാരെ പറ്റിക്കാറുണ്ട്. LTNF എന്നൊരു പ്രോട്ടീൻ ഇവരുടെ ശരീരത്തിലുണ്ട്. ഇത് റാറ്റിൽ സ്നേക്കുകളുടെയും മറ്റും വിഷത്തെ നിർവീര്യമാക്കാൻ കഴിവുള്ളതാണ്. അതിനാൽ തന്നെ അവസരം കിട്ടിയാൽ പാമ്പുകളെ ആക്രമിച്ച് അകത്താക്കാൻ ഇവർക്ക് മടിയില്ല. കൊമോഡോ ഡ്രാഗൺസ്. ഇന്തോനേഷ്യൻ ദ്വീപുകളായ കൊമോഡോ, ഫ്ലോറസ് എന്നിവിടങ്ങളിലാണ് കൊമോഡോ ഡ്രാഗണുകളെ കണ്ടുവരുന്നത്. ഇവയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐ ബട്ടണിലോ നൽകിയിട്ടുണ്ടാകും. ഏതായാലും പ്രാണികൾ, പക്ഷികൾ, സസ്തനികൾ, പാമ്പുകൾ ഇവയെല്ലാം ഒരു കൂസലുമില്ലാതെ ഭക്ഷണമാക്കുന്നവരാണ് കൊമോഡോ ഡ്രാഗണുകൾ. ഇവരുടെ കട്ടിയുള്ള എല്ലുകളുള്ള ചെതുമ്പലുകൾ പാമ്പിൻ്റെ ആക്രമണത്തെ തടയുന്നു. കൂടാതെ വിഷത്തെ പ്രതിരോധിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഇരയെ കടിച്ചുപറിച്ച് വലിയ കഷ്ണങ്ങളായി ഭക്ഷിക്കുന്നതിന് ഇവയെ സഹായിക്കുന്നത് വായിലുള്ള 60ഓളം വരുന്ന കൂർത്ത പല്ലുകളാണ്. മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിവ് ഇവർക്കുണ്ട്. ഇരയുടെ കഴുത്തിൽ ചാടിക്കടിച്ചാണ് കൊമോഡോകൾ ഇരയെ കൊല്ലുക. ലോകത്ത് ആകെ 1400ഓളം കൊമോഡോ ഡ്രാഗണുകളാണ് ബാക്കിയുള്ളതത്രേ. അതുകൊണ്ട് തന്നെ ഇവ സംരക്ഷിത ജീവിവർഗവുമാണ്.
ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ജീവിവർഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.